എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പം രാവിലെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ചോദിച്ചു, അല്പസമയത്തിനുള്ളിൽ വീഡിയോ. അപ്പോൾ അതാണ്. അപ്പം കുറച്ച് 2-3 ദിവസമായിട്ട് നമ്മൾ വളരെ ആക്റ്റീവായിരുന്നു. കാര്യം വീഡിയോ ഒക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പം ഡോക്ടറുടെ വീഡിയോ ഒക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഏത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് അല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് മാറി മാറി വരും. ഡോക്ടർ ആക്റ്റീവാണ് എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇതിനെതിരെ ഡോക്ടർ യാക്കൂബ് ഗ്രൂപ്പ് എന്നെ അറിയാമല്ലോ. ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നു ബിൽഡിങ് പണിത് കൊടുക്കുന്ന ദുബായിലെ ഒരു വില്ല പണിത് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഗ്രൂപ്പ് തന്നെയാണ് തോന്നുന്നു. അവരുമായിട്ട് ഡോക്ടർ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത് തന്നെ വേറെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് ഈ ഫോട്ടോയിൽ നിന്ന് നമുക്ക് അനുമാനിക്കാനില്ല പറ്റില്ലേ. അപ്പോൾ ഓരോന്ന് അതിൻ്റേതായ സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഈ പോർഷോ പനമേര എന്ന് പറയുന്ന വണ്ടിയുടെ കാര്യം നമ്മൾ മറന്നു പോയതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യം ഡോക്ടർ ഓർത്തു വെച്ചു എന്നുള്ളതാണ്. ഡോക്ടർ ഓർത്തു വെച്ച് അത് അതിൻ്റേതായ സമയത്ത് ഡോക്ടർ പുറത്തു വിട്ടു. ഡോക്ടർ ദുബായി പോയപ്പം ചില വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റേതായ സമയത്ത് അത് തരേണ്ട സമയത്ത് തന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ലേ. കുറെ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി 1 by 1 ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞ കണക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ് എൻ്റെ ഒരു ശീലം. പക്ഷേ എന്താ പറയുക, എന്ത് ചെയ്താലും അത് വലിച്ച് താഴെയിടാൻ വേണ്ടി ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഒരു 100-99 പ്രാവശ്യമില്ല, 100 പ്രാവശ്യമില്ല, 120 പ്രാവശ്യം വീണാലും 121ാമത്തെ പ്രാവശ്യം അടുത്ത കാലം വെച്ച് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം. സോ ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് ആരും വിചാരിക്കുന്നത് തളർന്നു പോയെന്ന്. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം സാധിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണം. എന്തായാലും ചോദിച്ച് എന്റെ അടുത്ത് എന്ത് ചെയ്യരുത് പറയരുത്. അതിൻ്റെതായിട്ടുള്ള സമയമാകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നടക്കും. ദുബായ് വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളത് ഇട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇട്ടായിരുന്നു അല്ലേ. അപ്പം എന്നാലും ഈ വീഡിയോ വന്നപ്പോൾ സന്ദർഭോചിതമായി ഈ വാക്കുകൾ അർത്ഥവത്തായാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അത് ഇട്ടത്. അപ്പം ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളാരും ധൃതി വെക്കേണ്ട കാര്യമില്ല, ആരാധകരെ ശാന്തരാകൂ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനിടയിൽ പുതിയ വീഡിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഡോക്ടർ ഇന്നലെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ നമുക്കതൊന്ന് കാണാം ഇനി കേട്ടോ. എല്ലാം ഡോക്ടർ ഇന്നലെ ഷെയർ ചെയ്ത പലരായിട്ട് ഇട്ടിരുന്നതാണ്. അത് ഡോക്ടർ ഇന്നലെ ഷെയർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടർ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. കാര്യം ഡോക്ടർ പെട്ടി കൂടെ ഉണ്ട്. അതുപോലെ ഡോക്ടർ ഇട്ടേക്കുന്ന ഷർട്ടും അതുതന്നെയാണ്. അപ്പം അതുതന്നെയാണ് ഇച്ചിരി വൈകിപ്പോയി ഡോക്ടർ ഷെയർ ചെയ്യാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഇന്നലെ വൈകുന്നേരമാണ് നമ്മളത് കാണുന്നത്. നമ്മളിട്ടു പോട്ടെ അല്ലേ, അത് അതിൻ്റെ ഒഴിക്കാൻ കൂടെ എപ്പോഴായാലും എന്താ അല്ലേ. ഇന്നലെ ഇട്ടോ മിനിഞ്ഞാന്ന് ഇട്ടോ എന്നുള്ള പ്രശ്നമല്ല, നമുക്ക് ഡോക്ടറുടെ ഒരു വീഡിയോ കാണാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. അപ്പം പോർഷോ പനമേര അല്ലേ, പനമേര അല്ലേ. അയ്യോ, കാറിൻ്റെ വണ്ടിയുടെ പേര് തന്നെ ഞാൻ തെറ്റിക്കുന്നുണ്ടോ എനിക്കറിയില്ല. വലിയ
സംഭവം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് പറയുമ്പോൾ ഇപ്പം ഈ പനമേര എന്നൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണോ ഞാൻ പറയുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ സ്പീഡിൽ പല കാറുകളും പോകും. അന്നേരം നമ്മുടെ വീട്ടിലേറെ കൊച്ചു മോനൊക്കെ പറയും ഇന്ന കാറാണ് പോകുന്നതെന്ന്. അപ്പം ഞാനെപ്പോഴും അവനെ ആരാധനയോട് നോക്കും. കാരണം ഒരു കാറ് പോലും അടുത്ത് വന്നാൽ പോലും ആ പേര് നോക്കിയല്ലാതെ എനിക്ക് പറയാൻ അറിയാൻ വയ്യ ഇന്ന കാറാണ്. ഇപ്പോൾ ഒരു ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്ന കമ്പനിയുടെ ബൈക്കാണെന്ന് ദൂരെ ഒറ്റ നോട്ടത്തിൽ പിള്ളേർ പറയും. പക്ഷേ എനിക്ക് അടുത്ത് ചെന്ന് ആ വണ്ടിയുടെ സൈഡിൽ എഴുതിയേക്കുന്നത് വായിച്ച് നോക്കാതെ ഇന്ന വണ്ടിയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അതാണ് വണ്ടിയെപ്പറ്റി എനിക്കുള്ള ഏറ്റവും വലിയ ബോധമെന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ പോർഷോ പനമേര എന്നൊക്കെ പറയുന്ന വണ്ടി ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കി തന്ന ഡോക്ടർ പറഞ്ഞ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അതിനൊരു കമൻ്റായിട്ട് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ഡോക്ടർക്ക് ഈ പോർഷോ പനമേര ഇത്രമേൽ എന്താ പറയുന്നത് ആൾക്കാരുടെ മനസ്സിലെത്തിച്ചതിന് ഡോക്ടർക്ക് ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കണമായിരുന്നു എന്ന്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം പോർഷോ പനമേര എന്ന് പറയുന്നത് കേരള സമൂഹത്തിന് ഇത്ര പരിചിതമാക്കിയത്, അറിയുന്നവർക്കും അറിയാൻ വയ്യാത്തവർക്കും എല്ലാം പരിചിതമാക്കിയത് ഡോക്ടർ ഗോവിന്ദ് രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പം ഡോക്ടർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താൽ അവർക്ക് ഇതൊന്നും ഇല്ല അല്ലേ? കൊടുക്കും അല്ലേ? അപ്പോൾ ഞാൻ കണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് ഡോക്ടർ വരുന്ന ആ ഡ്രസ്സും ഡോക്ടർ ഇപ്പം ഞാൻ നേരത്തെ വീഡിയോ ഇട്ട ഡ്രസ്സും എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. അതുപോലെ ആ ഫുൾ കേസും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയാനുള്ളത് എന്തുവാ, അപ്പം ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഡോക്ടറുടെ ഓരോ ലക്ഷ്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോഴേ ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ലഡു പൊട്ടും, ചിലരുടെയൊക്കെ കുരു പൊട്ടും, ആ അവസ്ഥയിലേക്ക് മാറും. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ട് ഡോക്ടർ റോവിൻ്റെ വഴിക്കും കൂടി ഇപ്പം പുതിയ കാറ് മേടിച്ചപ്പോഴും അതിൻ്റെ ആരെയും ഡീഗ്രേഡ് കമൻറ്റും ഒക്കെ ആയിട്ട് ചിലർ വന്നിട്ടുണ്ട്. റെൻറ്റിനെടുത്തതാണ്, അതുപോലെ മറ്റേതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻറ്റുകളും. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കും. പുള്ളി റെൻറ്റിനെടുക്കുകയോ സ്വന്തമായിട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്യട്ടെ, പുള്ളിയുടെ വഴിക്കും വിടുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ കുരു പൊട്ടാൻ നടക്കുന്നവർക്കുള്ള പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പം ഇന്നത് പോർഷോ പനമേര ഡോക്ടർ പറഞ്ഞു, അത് വാങ്ങില്ല ഒരിക്കലും വാങ്ങില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ മനസ്സിലേക്ക് മുന്നിലേക്ക് ഡോക്ടർ അതും കൊണ്ട് വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ചമ്മിയത് ആരാണ്? ഡീഗ്രേഡ് ചെയ്തവർ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ഡോക്ടർ വേറൊരു സ്വപ്നമുണ്ട്. ഡോക്ടർ സ്വപ്നം തന്നെയല്ല, ഡോക്ടറെ സ്നേഹിക്കുന്നവർ. ഡോക്ടറുടെ സ്വപ്നം ഏറ്റവും വലിയ സ്വപ്നം അതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഡോക്ടർ സ്നേഹിക്കുന്നവരുടെ മനസ്സിലൊരു ചിന്ത എന്ന് പറയുന്നത് ഡോക്ടർ സിനിമ സംവിധാനം ചെയ്യുന്നതല്ല, അഭിനയിക്കണമെന്നാണ്. ഒരു സിനിമയെ അഭിനയിച്ചാൽ മതി എന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പം ചിലവരിപ്പോഴേ ഡീഗ്രേഡ് ചെയ്യുക, എന്ത് സിനിമ വന്നില്ല പോസ്റ്റർ വന്നിട്ട്. അപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പം കറക്റ്റ് ഏതായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഏതായാലും കുരു പൊട്ടുന്നത് ഈ ഡീഗ്രേഡ് ചെയ്തവർക്ക് തന്നെ. അത് അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഏത് മനുഷ്യനെയും അവൻ്റെ വഴിക്കങ്ങ് വിടുക. ഞാൻ ഈ ഡോക്ടർ റോവിനെ തന്നെയല്ല പറഞ്ഞത്. ഏത് മനുഷ്യനും അവന് ജീവിക്കാൻ അവനെ വിടുക. എന്തിനാവശ്യമില്ലാതെ അവന് സ്നേഹിച്ചില്ലെങ്കിൽ എന്തിന് ഇങ്ങനെ അനാവശ്യമായ കമൻറ്റിട്ട് അവൻ്റെ പുറകെ നടക്കുന്നു എന്നുള്ളത്. അപ്പം കുരുപൊട്ടുന്നവർക്ക് ഉരുപൊട്ടാം. അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളായിട്ട് ഡോക്ടർ പൂർത്തീകരിക്കട്ടെ അല്ലേ, നമുക്കൊരു സന്തോഷം തന്നെ. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തും വരെ എല്ലാവർക്കും ഓക്കെ, ബായ്.